നബിയുടെ കാലത്ത് അറബ് രാജ്യങ്ങളിൽ ടോയ്ലറ്റ് കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലം. മുഹമ്മദിന്റെ ഭാര്യമാർ അൽ മനാസയിൽ, അതായത് മദീനയ്ക്കടുത്തുള്ള ബാഗിയയിൽ വെളിക്കിരിക്കാൻ പോകാറുണ്ടായിരുന്നു. ആ സമയത്താണ് ഉമർ ഇബിൻ അൽ ഖത്താബ് എന്ന ആൾ അവിടെ കുളിസീൻ കാണാൻ വരുന്നത്. ഉമറുല്ലാനു അവിടത്തേക്ക് കുളിസീൻ കാണാൻ വന്നു, മനാസയിലേക്ക്. അഥവാ പ്രത്യേകിച്ച് എടുത്ത് നമ്മൾ നോക്കണം, ഉമറുല്ലാനു കുളിസീൻ കാണാൻ വന്നു എന്നാണ് മൂപ്പര് പറയുന്നത്. ഇനി ഇത് കുറച്ച് സമയം ഇത് പറയുന്നുണ്ട്, ഈ സമയത്തൊന്നും മൂപ്പര കുളിസീൻ കാണാൻ വന്നു എന്നുള്ള കാര്യത്തെ തിരുത്തുന്നില്ല. ശേഷം ഉണ്ടായ കാര്യത്തെ മൂപ്പര് എക്സ്പ്ലെയിൻ ചെയ്തു. സ്ത്രീകൾ അയാളെ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോഴേ അയാൾ രക്ഷപ്പെട്ട് ഓടിപ്പോയി നബിയുടെ അടുത്തെത്തി. നബിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, നിനക്കറിയാമോ ഇവിടുത്തെ സ്ത്രീകൾ വെളിക്കിരിക്കാനിരിക്കുമ്പോൾ അവരുടെ ശരീരം മറ്റൊരാൾ കാണാൻ വഴിയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരം മുഴുവൻ മറയ്ക്കുന്ന ഒരു വസ്ത്രം വേണം. അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ മോഡുലേഷൻ നോക്കുക. മൂപ്പർക്ക് കിട്ടിയ ഈ ഒരു റെഫറൻസിലും ഈ സ്ത്രീകൾ ഉമറുല്ലാനെ കണ്ടപ്പോൾ കുളിസീൻ ഓടിപ്പോയി തന്നെ കാണാതിരിക്കാൻ ഉമ്മറത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു. ഈ തരത്തിലുള്ള ഒരു സാധനങ്ങളും കിട്ടില്ല. ഇതിനുള്ള ഒരു സപ്പോർട്ടിങ് സാധനം ഈ മുപ്പർ എവിടെ നിന്നാണോ ഈ സാധനം വായിക്കുന്നത് അവിടെ നിന്ന് കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇതിലുള്ള സംഭവം എത്രയാണ്, ഉമറുല്ലാഹു പുറത്തേക്ക് ഇറങ്ങിയ സ്ത്രീകളിൽ ചില ആളുകളുടെ ശരീരഭാഗത്തെ മറ്റു ചില ആളുകൾ മോശത്തിൽ നോക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ ഒരു സാഹചര്യം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞ സമയത്ത് ഉമറുല്ലാഹു എന്ത് ചെയ്തു, ഈ വിഷയം പോയിട്ട് പ്രവചന സമയത്ത് പറഞ്ഞു. ഇതാണ് അവിടുന്ന് കിട്ടിയ കോണ്ടെക്സ്റ്റ്. അതിനെ മൂപ്പർ എന്ത് ചെയ്യാണ്, മൂപ്പരുടേതായിട്ടുള്ള രീതിയിൽ വേറെ രീതിയിൽ എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യും. എന്താ വെച്ചാൽ ഇപ്പൊ ഒരു സാധനം കിട്ടിയാൽ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളത് നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ എങ്ങനെയാണ് അത് ഫീഡ് ചെയ്യപ്പെടുക. അപ്പൊ നമ്മളെ മനസ്സിൽ ചിലപ്പം ഈ ഒരു ലൈംഗികമായിട്ടുള്ള തോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ എന്ത് കഥ വന്നാലും ഈ രീതിയിൽ ഒന്ന് ലൈംഗികമായ കഥയായിട്ട് ആ രീതിയിലേ തോന്നുള്ളൂ. അതാണ് ഇപ്പൊ ഇത് കണ്ടത്. ഓക്കെ, പക്ഷെ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഉമറുല്ലാഹു കുളിസീൻ കാണാൻ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ആൾക്കാർ ചോദിക്കുമല്ലോ, കമന്റ് സെക്ഷനിലൊക്കെ ആൾക്കാർ ചോദിക്കും, അങ്ങനെ ഒരു സംഭവം നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നില്ല, ഉമറുല്ലാഹു കുളിസീൻ കാണാൻ പോയി എന്നൊക്കെ പറയുമ്പോൾ. അപ്പം കുറെ ആൾക്കാർ ചോദിക്കുകയും, അപ്പോൾ അടുത്ത വീഡിയോയിൽ അതിന് മൂപ്പരുടെ ഈ ഒരു ചോദ്യങ്ങൾ കാരണം മൂപ്പർ അതിനൊരു റെസ്പോൺസ് കൊടുക്കാൻ നെക്സ്റ്റ് വീഡിയോ റെസ്പോൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടുനോക്കാം. ആദ്യത്തെ വീഡിയോയിൽ ഉമർ അൽ ഖത്താബ് കുളിസീൻ ഒളിഞ്ഞു നോക്കി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സത്യത്തിൽ അതൊരു ആക്ഷേപഹാസ്യമാണ്. എങ്ങനെ ഇരിക്കുന്നു. അതെ, ഇത് നമ്മൾക്ക് ഒരു മാന്യത ഉള്ളതുകൊണ്ട് നമ്മൾ മൂപ്പര രീതിയിൽ വേറെ രീതിയിൽ. അതെ, ഈ സമയത്ത് ശരിക്ക് വരുന്ന റെസ്പോൺസ് അത് മറ്റു പല കാരണം അത്രയും വൃത്തിയായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് പറയാണ്, ഞാനതൊരു ആക്ഷേപഹാസ്യമായി പറഞ്ഞതായിരുന്നു. എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് മൂപ്പര് ഒരു നുണ പറഞ്ഞതിനെ മൂപ്പര് ശേഷം പ്രസന്റ് ചെയ്യുന്നതാണ്. എത്രയോ ആളുകൾ ബഹുമാനിക്കുന്ന വളരെ വളരെ ശ്രേഷ്ഠനായി കാണുന്ന ഒരു വ്യക്തിയെ പറ്റി വളരെ വൃത്തികേട് പറഞ്ഞിട്ട്, വളരെ മോശം കാര്യം പറഞ്ഞിട്ട് ഞാനതിന് തെളിവ് ഉന്നയിച്ചിട്ടില്ല, ഞാൻ ഒരു ഒതന്റിക് ആയിട്ടുള്ളൊരു റെഫറൻസ് വെച്ചിട്ടില്ല. ഞാനത് എനിക്ക് തോന്നിയതുപോലെ, എനിക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ ചേർത്ത് എനിക്ക് തോന്നിയതുപോലെ വളരെ വൾഗറായിട്ട് ഞാൻ അവതരിപ്പിച്ചാണ്. അതിനൊരു പേരിട്ടു, ആക്ഷേപഹാസ്യം.